കൊഞ്ചി കൊഞ്ചി കാതിൽ മധുരം നിറയ്ക്കാം, അക്ഷരക്കുളിമഴ നനയാം, വിജ്ഞാനത്തേരേറി ആകാശത്തോളം ഉയരാം. കളിച്ചിരി തീർക്കാം കൂട്ടായെന്നും കൂട്ടായി റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. മാങ്കടവണം പൊടിപൊടിക്കുന്ന ഈ വേളയിൽ ഇന്ന് റേഡിയോ മാങ്കടവിൽ നിങ്ങളോടൊപ്പം ഞാൻ RJ ഹാജിസ, കൂടെ ഞാൻ RJ നിഷ്യ. എല്ലാവർക്കും റേഡിയോ മാങ്കടവിന്റെ ഓണാശംസകൾ. നിഷ്യ, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ? പിന്നല്ലാതെ ഇന്നത്തെ റേഡിയോ ഫുള്ള് വൈബാണ് മക്കളെ. സർപ്രൈസും സസ്പെൻസും പാട്ടും ഒന്നും പറയണ്ട. ഹാജിസ, എനിക്ക് തിരക്കായി വിശേഷങ്ങളെല്ലാം പറയാൻ. എന്നാ ആദ്യത്തെ സസ്പെൻസ് ഇതാ പിടിച്ചോ. സസ്പെൻസ് നമ്പർ 1. ഓണക്കോടി വാങ്ങിച്ചത്, അതുപോലെ തന്നെ വലിയ മോടികളൊന്നും ഇല്ലാത്ത പൂക്കളങ്ങൾ ഒരുക്കിയത്, പ്രത്യേകിച്ചും സ്കൂളുകളിലെ പൂക്കളം, അതിനോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ. ഹലോ കൂട്ടുകാരെ, ഈ ശബ്ദം കേട്ട് പരിചയമുണ്ടോ? നമ്മുടെ പ്രിയങ്കരനായ കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ P. വിഷ്ണുരാജ് സാർ ഇന്ന് നമ്മുടെ റേഡിയോ മാങ്കടവിൽ നമ്മോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണുരാജ്. ഞാൻ കണ്ണൂർ ജില്ലാ കളക്ടറാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്നത് വലിയ ആഘോഷങ്ങളെക്കാൾ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെയാണ്. ഓണക്കോടി വാങ്ങിച്ചത്, അതുപോലെ തന്നെ വലിയ മോടികളൊന്നും ഇല്ലാത്ത പൂക്കളങ്ങൾ ഒരുക്കിയത്, പ്രത്യേകിച്ചും സ്കൂളുകളിലെ പൂക്കളം, അതിനോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ, പിന്നെ പൂക്കളം ഇടാനായിട്ടുള്ള പൈസ പിരിക്കൽ, അതേ തുടർന്നുള്ള സദ്യ, ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മ വരുന്നത് ബന്ധുക്കളോടൊപ്പം ഉള്ളൊരു ഓണാഘോഷമാണ് അന്നത്തെ. അത് പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. പല ബന്ധുക്കളെയും വർഷത്തിലൊരിക്കൽ കാണുന്നൊരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഓണത്തിനുണ്ടായിരുന്നത്. അന്ന് നടത്തിയിട്ടുള്ള ആഘോഷങ്ങളെല്ലാം പിന്നീട് ഓർമ്മകളായിട്ട് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. ഒരു ഡിജിറ്റൽ മെമ്മറി ആയിട്ട് മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല, പിന്നെ ഒരു സ്മാർട്ട് ഫോണൊക്കെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് പതിഞ്ഞ ചിത്രങ്ങൾ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ റെക്കോർഡൊന്നും തന്നെ ഇല്ല. പക്ഷേ തെളിമയ്ക്ക് യാതൊരു കുറവുമില്ല. ഇന്നത്തെ കാലത്ത് ഓണം നമ്മുടെ ചുറ്റും ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഓണാഘോഷം അത്തരത്തിലെ മാധ്യമങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഓണക്കാലത്ത് നമുക്ക് എല്ലാവരുമായിട്ട് ഒത്തുകൂടേണ്ടതുണ്ട്. സന്തോഷവും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ സങ്കടങ്ങളും നിങ്ങൾക്ക് അവരായിട്ടൊക്കെ പങ്കുവയ്ക്കാം. ഓണാഘോഷം കേവലം FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പ് സ്റ്റാറ്റസിലോ മാത്രമായി പതിയുന്നത് ഒഴിവാക്കി നിങ്ങളുടെ ഓർമ്മകളിലും പതിയട്ടെ. എല്ലാവർക്കും സഹോദര്യത്തിൻ്റെ സമ്പന്നതയുടെ ഓണാശംസകൾ നേരുന്നു. ഇനി ഒരു ഓണപ്പാട്ടായാലോ? എനിക്ക് കളക്ടറേറ്റിലെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഏതായാലും ഈ പാട്ട് കഴിഞ്ഞാവാം. ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ.
അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അന്തർദാഹ സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളായി അഴകിൽ വിരിയും തീരമിത ഓണപ്പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ. ഹോ, കലക്ടറെ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അല്ലേ ഹാജിസ? സത്യം നിശ്ചയ, മറ്റേത് പറയട്ടെ. ഏത്? ആ മിഠായി കാര്യം. റേഡിയോ മാംഗ്ഡവിന്റെ ഓർമ്മയിലെ ഓണത്തിൽ പങ്കെടുക്കേണ്ട കാര്യം മാഷി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളാണോ ആർജന്മാർ എന്ന് ചോദിച്ച് ഓരോ മിഠായി, പിന്നെ ഫോട്ടോ. നമ്മുടെ കലക്ടർ മുത്താണല്ലേ നിശ്ചയ? സത്യം. റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. ഓർമ്മയിലെ ഓണത്തിൽ ഇനി റേഡിയോ മാംഗ്ഡവിൽ മറ്റൊരു ആർജെ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഹായ് കൂട്ടുകാരി, ഇറ്റ്സ് മീ ആർജെ റിൻഷ. ഓണാഘോഷം പൊടിപ്പൊടിക്കുകയല്ലേ? ഓണത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? ഹാജിസ, സിമ്പിളായി പറഞ്ഞാൽ ഓണം മഹത്തായ ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. വീണ്ടും വീണ്ടും ഉണ്ടാകണമെന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന സുന്ദരമായ ഒരു കാലത്തിന്റെ ഓർമ്മ തന്നെയാണ് ഓണം. ഒരുമയുള്ള കളവും ചതിയുമില്ലാത്ത സന്തോഷത്തോടെ വസിക്കുന്ന മനുഷ്യരുടെ നാട്. നമ്മുടെ നാട് എന്നും അങ്ങനെ തന്നെ ആകേണ്ടിയിരുന്നു അല്ലേ? അതെ, അങ്ങനെ ഒരു നല്ല കാലത്തിനായി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കുമൊട്ടില്ല താനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും ആമോദത്തോടെ വസിക്കും കാലം മാവേലി നാടുവായിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും മാങ്കടവണം ഫുൾ വൈബിലാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാരും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് അടിപൊളിയാക്കുന്നുണ്ട്. ശ്രോതാക്കളുടെ മനസ്സ് നിറക്കാൻ ഓർമ്മയിലെ ഓണത്തിൽ ഇനി ആരാണ് എത്തുന്നതെന്ന് പറയാമോ? ഇനി ഗസ്? വേണ്ട, ഞാൻ തന്നെ പറയാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തുങ്കട്. ഇതൊക്കെ ഒരു 10-55 കൊല്ലം മുമ്പത്തെ ഓർമ്മയാണ്. ഞാനന്ന് 3 നിരത്ത് എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ചെറിയ വീടുണ്ടായിരുന്നത്. അവിടെ ഒരു വളപട്ടണം പുഴയുടെ കൈവഴിയായിട്ടുള്ളൊരു തോടുണ്ടായിരുന്നു. തോട് എന്ന് പറഞ്ഞുകൂടാ, പുഴ തന്നെയാണ്. കവിഞ്ഞ് വേലിയേറ്റത്തിനൊക്കെ കവിഞ്ഞ് വരാറുള്ള വെള്ളമൊക്കെ ഉള്ള ഒരു പുഴ തന്നെയാണത്. ആ പുഴയിൽ പഴയ കാലത്ത് ഈ ഓലകൾ, ഉണങ്ങി വീഴുന്ന തെങ്ങിൻ്റെ ഓലകൾ ശേഖരിക്കുകയും അവിടെ ഞങ്ങളുടെ 3 ഫാമിലി, അവിടെ ചന്ദ്രേച്ചിയുടെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലി, പിന്നെ അപ്പുറത്തെ സുലേച്ചിൻ്റെ ഫാമിലി, ഇവർ 3 പേരും ചേർന്നിട്ട് ഓല കുതിർത്തിയിടുകയും മടയുകയും അത് വിൽക്കുകയും ചെയ്യുന്ന ഒരു പണിയുണ്ടായിരുന്നു. ഇതിലാണ് ഓരോ വിശേഷങ്ങൾ.
അപ്പം ഓണം വരാൻ പോകുന്ന കാലമൊക്കെ അവിടെ നിന്ന് നേരത്തെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്ത് ഉണ്ടാക്കണം തുടങ്ങി. അന്നൊന്നും വലിയ ഭക്ഷണങ്ങളൊന്നും ഇല്ല, വലിയ ആർഭാടങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഇല്ല. ഭക്ഷണം ഒരു അപൂർവ വസ്തുവായിരുന്നു. പഴയ തലമുറയിൽപ്പെട്ട ഞങ്ങളുടെ അച്ഛനോടും അമ്മയോടും അമ്മൂമ്മയോടും അച്ചാച്ചനോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. അത് ഒരു വലിയ വിശേഷ ദിവസം തന്നെയാണത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം 2 പെരുന്നാളുകൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കാണും. പക്ഷേ സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് 4 ആഘോഷങ്ങളുണ്ടായിരുന്നു. അത് പെരുന്നാളിന് പുറമെ ഓണവും വിഷുവും ഉണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത ചന്ദ്രയേച്ചി അരി, അതായത് ഓണത്തിന് ഉള്ള സദ്യ ഒരുക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടിയുള്ള അരി കൂടി ഇടുകയും ഞങ്ങൾക്ക് കൂടിയുള്ള ഭക്ഷണം കൂടി ചേർത്തുകൊണ്ടാണ് ആ വർഷത്തെ ഓണം ആഘോഷിക്കുന്നത്. അത് വല്ലാത്തൊരു അനുഭവം, രുചിയുടെയും ഗന്ധത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ എല്ലാം ഇടകലർന്ന ഒരു വലിയ സ്മരണയാണത്. അത് ഈ ഓണം എന്നൊക്കെ പറയുമ്പം ഭക്ഷണത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചു എന്ന് വരാം. പക്ഷെ അത് കാരണം ഇന്നത്തെ പോലെയല്ല. അന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ വറുതിയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെ ഒരു വലിയ സമൂഹം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി സ്വപ്നമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അപ്പം മാവേലിയുടെ വരവ് എന്ന് പറയുന്നത് ഒട്ടിയ വയറുമായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ചിത്രകാരൻ്റെ സങ്കല്പമാണെങ്കിൽ പോലും അത് ഒരു ഗുണ്ടവയറിൻ്റെ ഒരു ഇതും കൂടിയാണ്, രൂപം കൂടിയാണ്. സമൃദ്ധിയുടെ, ആ സമൃദ്ധിയുടെ സങ്കല്പവും സ്വപ്നവുമാണ് തിരുവോണം എന്ന് പറയുന്നത്. ഇന്നത്തെ തിരുവോണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, എല്ലാ ഇടങ്ങളും മാറിയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നും പട്ടിണിയും പരിവട്ടായിട്ട് കഴിഞ്ഞു പോകുന്ന സമൂഹം ഈ കേരളത്തിലുണ്ട്. നമ്മളറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ആദിവാസി സമൂഹം, ആദിവാസികൾ മാത്രമല്ല, നമുക്ക് പലരും കഷ്ടപ്പാടുകളും ദാരിദ്ര്യം പുറത്തു പറയാതെ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ സങ്കല്പത്തിൽ മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. അവരുടെ വേദനകൾ, വൈകാരികതകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതിലൊക്കെ നമ്മളും പങ്കുചേരുക എന്നുള്ള ഒരു വളരെ ആഴത്തിലുള്ള ഒരാശയം തിരുവോണത്തിനുണ്ട്. ആ ആശയത്തെ അലങ്കരിക്കുന്ന ഒരു പണിയാണ് ഈ പൂക്കളം എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ തിരുവോണം ഇത്തരം കാര്യങ്ങളും കൂടി ഓർത്തുകൊണ്ട് നമ്മുടെ കൂടെയുള്ള പാവപ്പെട്ട മനുഷ്യരെയും ഒക്കെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് വേണം ഇപ്രാവശ്യത്തെ തിരുവോണം. അപ്പം അതിനൊരു പ്രത്യേക മധുരമാണ്. കാരണം ലോകത്ത് മറ്റു മനുഷ്യരെ സഹായിക്കുന്നോളം ആനന്ദം മറ്റൊന്നുമില്ല, പ്രത്യേകിച്ചിട്ടും ഉത്സവ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ 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 പൂവേ
ചുണ്ടിൽ മലരോണപ്പാട്ട് റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്. കൂട്ടുകാരെ, ഇറ്റ്സ് മീ RJ സഹന. പ്രിയ ശ്രോതാക്കൾക്ക് എന്റെ ഓണാശംസകൾ. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ഏറെ വിശേഷപ്പെട്ട ഒരു വ്യക്തിക്കൊപ്പമാണ്. ആരെന്നല്ലേ, ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ മറ്റ് വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ മലയാളികളുടെ ഏറ്റവും സൗഹൃദ ജനാധിപത്യ മതേതര ആഘോഷമാണ് ഓണം. അഴീക്കോടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ KV സുമേഷ് സാർ. അതെ, നമ്മുടെ അഴീക്കോട് മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മഴവില്ലി വിരിയിക്കുന്ന നമ്മുടെ സ്വന്തം MLAയുടെ ഓണവിശേഷങ്ങൾക്കായി കാതോർക്കാം. ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമ്മുടെ ആഘോഷങ്ങളിൽ ഒരു മതേതര ആഘോഷമാണ്. മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ചെറിയ കുഞ്ഞുനാളിലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വർണ്ണശബളമായ ഓണാഘോഷം എന്ന് പറയുന്നത് ആ പ്രായത്തിലാണ്. നാട്ടിലെ എല്ലാവരും സമപ്രായക്കാരായ ആളുകൾ, അയൽവക്കക്കാരായ കുട്ടികളും നമ്മൾ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പൂ പറിക്കാൻ പോവുകയും അത്തപ്പൂക്കൾ ഇടുകയും ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മത്സരങ്ങളൊക്കെ ആ സമയത്ത് നടക്കായിരുന്നു നമ്മുടെ നാട്ടിൽ. വിവിധ രൂപത്തിലുള്ള മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, ഊഞ്ഞാലാട്ടം, അങ്ങനെ നല്ല അനുഭവങ്ങൾ. ഒരുപക്ഷെ ഇന്ന് ആധുനിക ലോകത്ത് അതിവേഗതയിലുള്ള ഒരു ജീവിത സംസ്കാരവും അതിൻ്റെ ഭാഗമായി പഴയ ആ അർത്ഥത്തിലുള്ള ഓണാഘോഷം ഇന്ന് നടക്കുന്നില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ ഇങ്ങനെ നല്ലതുപോലെ ഈ പൂ പറിക്കാൻ എല്ലാവരും പൂ പറിച്ചു കൊണ്ടുവന്നു, അത്തപ്പൂക്കളിടുന്ന, അത് ഊഞ്ഞാലാടുന്നത്, പിന്നെ തുടങ്ങി ഒരുപാട് മത്സരങ്ങൾ ചെറുതും വലുതായിട്ടൊക്കെ നാട്ടിൽ നടന്ന ഒരു വർണ്ണശബളമായ ഓണാഘോഷമാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ആ ഓർമ്മകൾ വളരെ പ്രധാനമാണ്. എല്ലാവരും ചേർന്ന് എല്ലാവരുമായി ഒരുമിച്ച്. ഇന്ന് കാലഘട്ടത്തിൻ്റേതായിട്ടുള്ളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നന്നായി വന്നു ചേർന്നു. പക്ഷേ എങ്കിലും ഓണം എന്നത് ഓരോ കാലത്തിന് ആ കാലത്തിൻ്റേതായ സവിശേഷയും പ്രത്യേകതകളുണ്ട്. വളരെ വളരെ നല്ല ഹൃദ്യമായ ഒരു നല്ല കാലം. എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ മറ്റ് വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ മലയാളികളുടെ ഏറ്റവും സൗഹൃദ ജനാധിപത്യ മതേതര ആഘോഷമാണ് ഓണം. ആ ഓണത്തിൻ്റെ ഓർമ്മകൾ കുഞ്ഞുനാളിലെ ചെറുപ്പകാലത്തെ ഓർമ്മകളാണ് ഏറ്റവും വർണ്ണശബളമായത്. അത് ഓരോ ആൾക്കും എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുകയും ചെയ്യും. തീർച്ചയായും ആ ഓർമ്മയാണ് മനസ്സിലെപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്. സ്കൂളുകളിൽ ഓണപരിപാടികളൊക്കെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ, കളികൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അവരുടെ ചെറുപ്പകാലത്തെ ആഘോഷങ്ങൾ ഒക്കെ വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളായ നിങ്ങൾക്കും നമ്മുടെ മാങ്കടവ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ഹൃദ്യമായ മനോഹരമായ ഓണം ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ റേഡിയോ പ്രോഗ്രാം വളരെ മാതൃകാപരമാണ്. അതിനും എല്ലാ ആശംസകൾ അറിയിക്കുകയും ചെയ്യും. തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലക്കാവിലൂടെ വാ കാട്ടിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലുവി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. താണുവരും മാലാഖപ്പുഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറ
പന്നിത്തടങ്ങളിൽ പാടാത്തതെന്തു നീ പുത്തുമ്പിൽ തുടിക്കും നീർമുത്തും ചാത്തേ നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലും നിലാവിലാടവേ ഇതുവഴി പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ മാമലകൾ പൊന്നാട ചാത്തുകയാ ഏലമണി പൊന്മാല കോർക്കുകയാ കിഴക്കുതിച്ചേ നിനക്കൊരാൾ കാർവർണ്ണ പൈങ്കിളി ഈ മണ്ണിൻ റേഡിയോ മങ്കടവിന്റെ ഓർമ്മയിലെ ഓണത്തിൽ ഞാനുമുണ്ട് നിങ്ങൾക്കൊപ്പം. ഇറ്റ്സ് മീ RJ ഫൗസാന. ഓർമ്മകളിൽ തെളിയുന്ന ഓണാനുഭവങ്ങൾ അവരുടേത് കൂടാതെ അവരുടെ നാടിൻ്റെതും കൂടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പാപ്പനശ്ശേരിയുടെ ഓണം ഓർമ്മകൾ കൂടി കേൾക്കേണ്ടേ? ആരായിരിക്കും ഓർമ്മകളുമായി എത്തുന്നത്? എനിക്ക് മറ്റാരുമല്ല, പാപ്പനശ്ശേരിയുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. പ്രദീപ് കുമാർ നമ്മോടൊപ്പം. റേഡിയോ മങ്കടവിൻ്റെ പ്രിയ ശ്രോതാക്കളെ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷ ദിവസം ഏതെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ ഞാൻ പറയും ഓണമെന്ന്. ഇന്ന് കാർഷിക മേഖലയൊക്കെ കുറഞ്ഞു വരികയാണെങ്കിലും ചിങ്ങമാസത്തെ പ്രകൃതിക്ക് തന്നെ ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെടികളും പൂക്കളും പക്ഷികളുമൊക്കെ എനിക്ക് ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം പൂക്കളുടെ ഉത്സവമായ ഓണത്തെ വളരെ ഇഷ്ടപ്പെടാൻ കാരണം. ചെറുപ്പത്തിലെ ഒരു ഓണസ്മരണ പൊടി തട്ടിയെടുത്താൽ ആദ്യം എൻ്റെ മനസ്സിൽ വരിക അന്നത്തെ പൂക്കള മത്സരത്തെക്കുറിച്ചായിരിക്കും. അന്ന് നാട്ടിലെ പ്രധാന കലാസമിതികളായ അരോളി ശാന്തിപ്രഭ, ഐക്യ കേരള കലാനിലയം, നെഹ്റു യുവകേന്ദ്ര എന്നീ സ്ഥാപനങ്ങൾ പൂക്കള മത്സരം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ വീടുകളും അന്ന് ആ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ വലിയ വാശിയാണ് ഉണ്ടാകാറുണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ മാർക്കറ്റിൽ ലഭിക്കുന്ന പൂക്കളായിരുന്നില്ല അന്ന് പൂക്കള മത്സരത്തിന് ഉപയോഗിച്ചത്. നാട്ടിൻപുറങ്ങളിലുള്ള എല്ലാ പൂക്കളും പറിക്കും. നെല്ലിപ്പൂവ്, തുമ്പ, കാക്കപ്പൂവ്, പുല്ലരി, അരിപ്പൂ ഇവയൊക്കെ മത്സരത്തിന് 2-3 ദിവസം മുമ്പേ ഞങ്ങൾ പറിക്കാൻ തുടങ്ങും. പൂക്കൾ പറിക്കാൻ കൂട്ടുകാരൊക്കെ സഹായിക്കും. എന്നാൽ പൂക്കളം തീർക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും കൂടി ചേർന്നാണ്. തിരുവോണ ദിവസം രാവിലെ 10 മണിയോടെ പൂക്കളം തീർത്ത് വിധികർത്താക്കൾ വരുന്നതും കാത്തിരിക്കും. അവർ വന്നുപോയാൽ പിന്നെ റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷയായി. ഒരു വർഷത്തെ പൂക്കള മത്സരത്തിൽ നേരത്തെ പറഞ്ഞ 3 സ്ഥാപനങ്ങളും നടത്തിയ മത്സരത്തിൽ ഞങ്ങൾക്കായിരുന്നു 1ാം സ്ഥാനം. ലോകം പിടിച്ചടക്കിയ ഒരുതരം സന്തോഷമായിരുന്നു അന്ന് ഞങ്ങൾക്ക്. അന്ന് വൈകുന്നേരം കേരളത്തിലെ പ്രശസ്ത ചിത്രകാരന്മാരിൽ ഒരാളായ ശ്രീ KK മാരാർ ഞങ്ങളുടെ പൂക്കളം കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തൊരു കാര്യം ഇന്നും അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കും. കോടിയുടുത്തു തൃപ്പടി പൊന്നളന്നു പിടിവിതയ്ക്കാൻ പറനിറയ്ക്കാൻ കളമൊരുക്കും കൈകളിൽ നിറനിറ പറനിറ നിറനിറ പറനിറ പാടിയുണർന്നു ഭൂമിപ്പെണ്ണ്. പിടിവിതയ്ക്കാൻ പറനിറയ്ക്കാൻ കളമൊരുക്കും കൈകളിൽ നിറനിറ പറനിറ പാടിയുണർന്നു ഭൂമിപ്പെണ്ണ്. മണിമുറ്റം
കണിയൊരുക്കും വേളയായി നിറനിറ പൊലി 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 പറനിറ നിറ പൊലി പൊലി നിറനിറ പറനിറ പാടി വിളങ്ങി ഭൂമി പെണ്ണ്. തുമ്പപ്പൂ കോടിയെടുത്തു തൃപ്പടി പൊന്നളന്നു പിടിവിതയ്ക്കാൻ കൊഞ്ചി കൊഞ്ചി കാതിൽ മധുരം നിറയ്ക്കാം, അക്ഷരക്കുരുമണ നനയാം, വിജ്ഞാനത്തേരേറി ആകാശത്തോളം ഉയരാം. കളിച്ചിരി തീർക്കാം കൂട്ടായെന്നും കൂട്ടായി റേഡിയോ മാങ്കടവ്. റേഡിയോ മാങ്കടവ്.